31ാമത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിലെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന പ്രധാന സെഷനാണ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത്. മുസ്ലിം സാംസ്കാരിക പരിണാമം, വികസിക്കേണ്ട സംവാദങ്ങൾ എന്ന ആശയത്തിൽ നവോത്ഥാനത്തെയും വിശിഷ്യ കേരള മുസ്ലിം നവോത്ഥാനത്തെയും അതിൽ പണ്ഡിതന്മാരുടെ പങ്കിനെയും നവോത്ഥാനം എന്ന ആശയത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും കേരളീയ ഉലമ അതിനെ എങ്ങനെയാണ് പ്രതിനിധാനം ചെയ്തതെന്നും നമ്മുടെ ചർച്ചകൾ ഇവിടെ ചർച്ചയിൽ കടന്നു വരും. പ്രത്യേകിച്ച് വാഴക്കാട് ദാറുൽ ഉലൂമിൻ്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ ചാലിലകത്ത് ഉസ്താദ് അവറുകളെ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൽ എങ്ങനെയാണ് ചേർക്കപ്പെട്ടത് എന്നും യഥാർത്ഥത്തിൽ ചാലിലകത്ത് ഏത് ധാരയിലാണെന്നുമൊക്കെ നമുക്ക് ഈ ചർച്ചയിൽ ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. ചർച്ചയിൽ ഇവിടെ നമ്മോട് സംവദിക്കുന്നത് ഡോക്ടർ നുഐമാൻ സർ, അതോടൊപ്പം CM സ്വാബിർ സഖാഫി എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ ഇടപെടുന്നത്. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ മുന്നേറ്റ വഴിയിൽ ഇങ്ങനെ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാക്യമാണ്. നമ്മുടെ കേരളത്തിലും നവോത്ഥാനം യൂറോപ്യൻ നവോത്ഥാനത്തിന് അനന്തരഫലമായി എല്ലാ സമൂഹത്തിലും ഉണ്ടായതുപോലെ നമ്മുടെ കേരളത്തിലും ഹിന്ദു സമൂഹത്തിൽ നവോത്ഥാനത്തിൻ്റെ നായകനായി ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇതുപോലെ നവോത്ഥാനത്തെ അവതരിപ്പിക്കുന്നു. ആ നവോത്ഥാനങ്ങളെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ മതത്തെ തന്നെ റീസ്ട്രക്ചർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊന്നിനെ ആരംഭിക്കുക എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കടന്നു വന്ന ബിദഅകൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കും അങ്ങനെ ഒരു നവോത്ഥാനം ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യത്തോട് സത്തയോട് ചേരാത്ത കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിലുള്ളൊരു നവോത്ഥാന സ്വഭാവത്തെ, അല്ലെങ്കിൽ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ മാതൃകയെ പിന്തുടർന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള അവകാശവാദങ്ങളും ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നവോത്ഥാനത്തെ നമ്മൾ വായിക്കേണ്ടത് എന്ന് നുഐമാൻ ക പറഞ്ഞു തുടങ്ങുന്നു പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി ഈ സാഹിത്യോത്സവത്തിനോടനുബന്ധിച്ച് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. മുസ്ലിങ്ങളുടെ സാംസ്കാരിക പരിണാമം, വികസിക്കേണ്ട സംവാദങ്ങൾ എന്നുള്ളതാണ് ഈ സെഷൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. അങ്ങനൊരു തലക്കെട്ട് വളരെ ഒരർത്ഥത്തിൽ ഒരു ആത്മവിമർശനത്തിന് കൂടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ കേരളത്തിൽ മുസ്ലിങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് നടക്കുന്ന സംവാദങ്ങളുടെ ഒരു പരിമിതിയിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ളതാണ് ആ തലക്കെട്ട്. ആ അർത്ഥത്തിൽ അത് പല തരത്തിലുള്ള വിമർശനപരമായ ഒരു സമീപനം രൂപപ്പെട്ടു വരേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ആ തലക്കെട്ട് ഊന്നുന്നുണ്ട്. ആ വിമർശനപരമായ സമീപനം നമുക്കകത്ത് നടക്കേണ്ടതുണ്ട്. നമുക്ക് എന്ന് പറയുമ്പോൾ ഈ സംവാദത്തിലെ പലതരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആ പാർട്ടിസിപ്പൻസിൻ്റെ അകത്ത് നടക്കേണ്ടതുണ്ട്, അതിൻ്റെ പുറത്തും നടക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരുപക്ഷെ ഒരു വിമർശനാത്മകമായി ഇങ്ങനൊരു സമീപനം എടുത്തുകൊണ്ടുള്ള
എൻ്റെ ഓർമ്മയിൽ നടക്കുന്നൊരു ആദ്യത്തെ സംവാദമായിരിക്കാം ഒരുപക്ഷെ ഇത്. അതായത് നവോത്ഥാന വിമർശനത്തെ തന്നെയും വിമർശനാത്മകമായി കാണാനുള്ള ഒരു സംവാദാത്മകതയെ മുന്നോട്ട് വെക്കാനുള്ള ഒരു പിന്നെ ഒരു 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 ത്വര, ഒരു തോന്നൽ ഈ തലക്കെട്ടിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർത്ഥത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംവാദം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പിന്നെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ വളരെ നേരത്തെ തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും മുസ്ലിം സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്. അതേപോലെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തോളമായി ഈ മുസ്ലിം നവോത്ഥാനത്തെ വിമർശനാത്മകമായി കാണുന്ന ധാരാളം ചർച്ചകൾ വേറെയും നടന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒരു പ്രൊവോക്കേറ്റീവായിട്ടൊരു ചോദ്യം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ നവോത്ഥാനവും നമ്മൾ വിമർശിക്കുന്ന നവോത്ഥാനവും ഈ നവോത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ വിമർശനവും, മുസ്ലിം നവോത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ വിമർശനവും ആശയപരമായി, അടിസ്ഥാനപരമായി ഏതെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എന്താണ് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ സോഴ്സുകൾ? മുസ്ലിം നവോത്ഥാനത്തെ സാധ്യമാക്കി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന ഒരു ഫിനോമിന ഉണ്ടല്ലോ, ഒരു സാമൂഹിക പ്രതിഭാസം ഉണ്ടല്ലോ. ആ പ്രതിഭാസത്തിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായി ആ നവോത്ഥാനത്തോടുള്ള, പ്രത്യേകിച്ചും സുന്നി പശ്ചാത്തലത്തിൽ നിന്നൊക്കെയുള്ള വിമർശനത്തിൻ്റെ പിന്നെ പ്രേരണകൾ, സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്നാലോചിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് സോഴ്സുകളും തമ്മിൽ, ഈ രണ്ട് പ്രേരകങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വലിയ തോതിൽ ഉണ്ടോ? അതല്ലെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, അതാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു 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 പ്രവർത്തന സമയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1920 കൂടിയൊക്കെയാണ് മരണപ്പെടുന്നത്. അതെ. പക്ഷെ 1920 ശേഷം ഒരു 2000 വരെയുള്ള നമ്മുടെ ഒരു സുന്നി ലിറ്ററേച്ചർ, ഒരു സുന്നി ഡിസ്കോഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളതിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ എത്രമാത്രം കാണുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ആബ്സൻസിനെ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അസാന്നിധ്യത്തെ, പറയുന്ന സുന്നി വ്യവഹാരങ്ങൾക്കിടയിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അദൃശ്യമാക്കിയ ആ അസാന്നിധ്യത്തെ നമ്മളെങ്ങനെയാണ് വിശദീകരിക്കുക? 1. 2, ഈ കഴിഞ്ഞൊരു 20 വർഷമായി നമ്മൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ സുന്നി വ്യവഹാരങ്ങളിൽ വളരെ സജീവമായി കാണുന്നുണ്ട്. ആ കാഴ്ചയെ നമ്മൾ എങ്ങനെയാണ് വിശദമാക്കുക? ഞാൻ ഈ ചർച്ചയിൽ ചില വളരെ നമ്മുടെ ഈ സംവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രാഥമികമായും ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള ഉത്തരം എന്താണെന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ആലോചിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ആ ചോദ്യം നമുക്കെപ്പോഴാണ്, പ്രത്യേകിച്ചും ഉലമാക്കളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ, നമ്മൾ പിന്നെ ഉലമാക്കൾ എന്ന് നമ്മൾ പിന്നെ അഡ്ജക്റ്റീവ്സ് ഇല്ലാതെ പറയാറുണ്ടെങ്കിലും
നമ്മൾ അതേസമയം തന്നെ ഈ ഉലമ എന്നുള്ളതിനെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണ് മമ്പുറന്തങ്ങൾ, വളിയങ്കോട് ഉമർ ഖാദി, അങ്ങനെ തുടങ്ങിയുള്ളൊരു ധാരയുണ്ട്. അവർ നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ട്. പിന്നെ നമുക്ക് തന്നെ നവോത്ഥാന നായകരുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ആലിമിനെ ഇങ്ങനെ ഓരോന്നുമായി വിളിക്കുന്നത്? നമുക്കെപ്പോഴാണ് ഒരു ആലിമിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായി ആവശ്യം വരുന്നത്? എപ്പോഴാണ് നമുക്ക് ഒരു ആലിമിനെ വിദ്യാഭ്യാസ പ്രവർത്തകനായി ആവശ്യം വരുന്നത്? എപ്പോഴാണ് നമുക്കൊരു ആലിമിനെ ആക്ടിവിസ്റ്റായി ആവശ്യം വരുന്നത്? എപ്പോഴാണ് നമുക്കൊരു ആലിമിനെ സാമൂഹ്യ പ്രവർത്തകനായി ആവശ്യം വരുന്നത്? ഒന്നത്. രണ്ട്, ഈ ആവശ്യം എവിടെ നിന്ന് വരുന്നതാണ്? ഈ ആവശ്യം എവിടെ നിന്ന് വരുന്നതാണ്? മൂന്നാമതായി, ഈ ആവശ്യം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ഒരു പണ്ഡിതൻ സ്വാതന്ത്ര്യ സമര സേനാനി ആകുമ്പോൾ, ഒരു പണ്ഡിതൻ ആക്ടിവിസ്റ്റ് ആകുമ്പോൾ, ഒരു പണ്ഡിതൻ സാമൂഹ്യ പ്രവർത്തകനോ വിദ്യാഭ്യാസ പ്രവർത്തകനോ ആകുമ്പോൾ ആ ആലിമിനെന്താണ് സംഭവിക്കുന്നത്? ആ ആലിം എന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, ഒരു പരികല്പന ഉണ്ടല്ലോ, ആ പരികല്പനക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഈ ആവശ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പം ഇത് നേരെ തിരിച്ചുണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഇപ്പം 1920 മുതൽ ഒരു 2000 വരെ ചാലിലകത്തിനെ ദൃശ്യമാക്കിയ ആളുകൾ, അവർ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്പുറന്തങ്ങളെയും വെളിയങ്കോട് ഉമർ ഖാദിയൊക്കെയും അദൃശ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കും ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞൊരു 20-25 വർഷത്തിനിടയിൽ പല ആളുകളെയും ചരിത്രത്തിൽ നിന്ന് ആവശ്യമായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ആവശ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ആവശ്യങ്ങളെ മനസ്സിലാക്കലാണ് ഒരർത്ഥത്തിൽ നമുക്ക് പിന്നെ ഈ ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും ആ ആവശ്യങ്ങളെ നിശ്ചയിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും ഒക്കെയായ വലിയ താല്പര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരർത്ഥത്തിൽ നമ്മളീ പറയുന്ന ഉലമ എന്ന ആ ഇസ്ലാമിക ആശയത്തെ കുറേ കൂടി മൂർത്തമായി, അല്ലെങ്കിൽ അവരുടെ ഒരു ഫങ്ഷനിങ്, അവരുടെ ഒരു പ്രവൃത്തിയെ കുറേയും കൂടി മൂർത്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ഒരു തോന്നൽ. നമ്മുടെ ചർച്ചയിലേക്ക് വികസിക്കാനുള്ള കുറേ സൂചനകളിൽ ഇവിടെ നുഅയ്മാൻക പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ സൂചനകൾ ഉയർത്തുന്ന പ്രധാന ചോദ്യം ഇസ്ലാമിക നവോത്ഥാന കാഴ്ചപ്പാടുകളെ കൃത്യമായി ഒന്ന് അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാം എന്ത് സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലത്തിൽ ഇസ്ലാം എങ്ങനെ വ്യവഹരിക്കുന്നുവെന്ന് സാബിർ ഉസ്താദ് പറഞ്ഞു തുടങ്ങും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്ലാമിൻ്റെ ആശയ പശ്ചാത്തലത്തിൽ നിന്ന് നവോത്ഥാനം എന്നതിനെ എങ്ങനെ നമ്മൾ നോക്കിക്കാണണം, അല്ലെങ്കിൽ എന്താണ് നവോത്ഥാനം? സാധാരണ പറയപ്പെടുന്ന നവോത്ഥാനങ്ങളുടെ റിസൾട്ടുകളിലേക്ക് എത്തിച്ചേരുന്നതിന് ഇസ്ലാമിൻ്റെ അകത്തുള്ള നവോത്ഥാനത്തിൻ്റെ ഡെഫിനിഷന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെ തേടിപ്പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നേരത്തെ ഉന്നയിച്ച ചില കാര്യങ്ങൾക്കെങ്കിലും നമുക്ക് അതിൻ്റെ ആശയതലങ്ങളിൽ ചില വ്യക്തതകൾ വരുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇസ്ലാം എന്നത് എങ്ങനെയാണ് ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നതിൽ വലിയൊരു തത്വമുണ്ട്. ഇസ്ലാം ഒരു ഗ്രന്ഥം ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നു, ഇതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് പറയുന്നു എന്നതായിരുന്നില്ല ഇസ്ലാമിൻ്റെ അവതരണം. നമുക്കറിയാം 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള കാലങ്ങളിലായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന
ആ ജീവിത മാതൃകയാണ് നമുക്ക് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള, അവസാന നാൾ വരെയുള്ള എല്ലാ ദിവസങ്ങളിലേക്കും അനുയോജ്യമായ ഇസ്ലാമിക ഇടപെടലുകൾ എന്ത് എന്ന് ഈ 40 മുതൽ 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാകും. ഇതിനെ തിരിച്ചറിയലാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രഥമമായ കർത്തവ്യം. ഞാൻ നവോത്ഥാനം എന്ന് വിചാരിക്കുന്നത്, ഇസ്ലാമിൻ്റെ അകത്തു നിന്ന് നമ്മൾ നവോത്ഥാനത്തെ കാണുന്നത് എങ്ങനെയാകണം എന്നിടത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമായി മനസ്സിലാക്കുന്നത്, ആ കാലത്ത് ആ സാഹചര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് നമ്മുടെ ദൗത്യമായി നമ്മെ പഠിപ്പിച്ചത്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ ഉമ്മത്തിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് നവോത്ഥാനം. അതിന് വീഴ്ചകൾ സംഭവിക്കുന്നിടത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നടത്തുന്ന സർവ്വശ്രമങ്ങളും നവോത്ഥാനമാണ്. ഇതിന് നേരത്തെ മമ്പുറം തങ്ങൾ ഉദാഹരിച്ചാലും ചാലിലകത്തിനെ ഉദാഹരിച്ചാലും അതിനുശേഷം വന്ന പിൽക്കാലക്കാരായ പണ്ഡിത നേതൃത്വത്തെ ഉദാഹരിച്ചാലും ഇനി അതിനുശേഷം 2000-ങ്ങൾക്ക് ശേഷം വന്ന ഇസ്ലാമിക ലോകത്തെ ആലോചനകൾ, പണ്ഡിത ലോകത്തെ ആലോചനകളെ നമ്മൾ ആലോചിച്ചാലും ഈ അടിസ്ഥാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിൻ്റെ ആക്ടിവിസത്തെ വിലയിരുത്തുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഉത്തരങ്ങളെ നമുക്കതിൽ കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കോണ്ടെക്സ്റ്റൽ, എല്ലാത്തിനും ഒരു സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എലമെൻറ്റുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ജീവിതം നമുക്ക് മാതൃകയായത്. ആ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും സോഷ്യൽ സ്റ്റാറ്റസുകൾ വ്യത്യാസം ഉണ്ടായിരുന്നു, സാമൂഹികമായ ആലോചനകളിൽ വ്യത്യാസമുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് പോയ കാലങ്ങളിൽ അവിടുത്തെ സമൂഹം അവിടുത്തോട് പെരുമാറിയ രീതിയിലും അവിടുത്തെ എക്കണോമിക് സ്റ്റാറ്റസിലും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വ്യത്യാസങ്ങളെല്ലാം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് അതിനെ എങ്ങനെ അതിൻ്റെ സമ്പൂർണ്ണതയിൽ ഈ സമൂഹത്തിൽ ആവിഷ്കരിക്കാൻ കഴിയും എന്ന ആലോചനയുടെ അകത്ത് നിന്നുകൊണ്ട് നവോത്ഥാനത്തെ, ഇസ്ലാമിക നവോത്ഥാനത്തെ, അതിന് അപജയങ്ങൾ സംഭവിക്കുന്ന കാലങ്ങളിൽ അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന സർവ്വശ്രമങ്ങളെയും നമ്മൾ നവോത്ഥാനമാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നവോത്ഥാനത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മൾ ഒരുപക്ഷെ വിമർശന വിധേയമാക്കുന്ന നവോത്ഥാനവും നമ്മൾ ആഘോഷിക്കുന്ന നവോത്ഥാനവും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തരങ്ങളെ നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേവലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ. ഓരോ കാലഘട്ടത്തിലെയും ഉലമാഇന് അത് നിർവഹിക്കാനുണ്ടായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തത് ആ കാലത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന പ്രവർത്തനം തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയത്തെ, അതിനെ മറികടക്കാൻ ആവശ്യമായ ആലോചനകൾ നടത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അവിടെ നേരത്തെ ചോദിച്ച ഒരു കാര്യത്തിൻ്റെ ഉത്തരം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു മറുവായന എനിക്ക് തോന്നുന്നു 1920-ന് ശേഷം 2000 വരെയുള്ള കാലത്ത് എന്ത് സംഭവിച്ചു, അതാണല്ലോ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ആ കാലത്ത് എന്തുകൊണ്ട് ചാലിലകത്ത് വിസ്മരിക്കപ്പെട്ടു? 2020-കൾക്ക് ശേഷം വീണ്ടും ചാലിലകത്ത് എങ്ങനെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു? അത് ആ 1920-ൻ്റെയും 2000-ൻ്റെയും ഇടയിലുള്ള സാമൂഹിക സാഹചര്യത്തെ കൂടി വിലയിരുത്തി കഴിഞ്ഞാൽ അന്ന് സാധ്യമാകേണ്ടിയിരുന്ന നവോത്ഥാന മേഖലകൾ, അന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് സാധ്യമാകേണ്ട മേഖലകളിലേക്ക് ഊന്നൽ നൽകേണ്ട വന്നതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. നവോത്ഥാനത്തിൻ്റെ ചർച്ചകൾ പല കാലങ്ങളിൽ പല രീതിയിൽ നടന്നിട്ടുണ്ട്. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈ നീണ്ട ഒരു കാലത്ത് നമ്മളിങ്ങനെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഈ അർത്ഥത്തിൽ നവോത്ഥാനത്തെ ചർച്ചയാക്കിയിട്ടുണ്ടോ? അങ്ങനെ എന്തുകൊണ്ട് ചർച്ചയാക്കിയിട്ടില്ല അവിടെ ചാലിലകത്തിനെ എന്ന് ചോദിക്കുമ്പോൾ, ചാലിലകത്തിനെ അവിടെ ചർച്ചയാക്കുന്നൊരു, ഇങ്ങനെ നവോത്ഥാനത്തിൻ്റെ നായകരെ ചർച്ചയാക്കുന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ അത് കൂടുതൽ സംവാദം വികസിപ്പിച്ച് വന്നത് കുറച്ചുകൂടി അടുത്തായതുകൊണ്ടായിരിക്കും ചർച്ചയിലേക്ക് വരാഞ്ഞത് എന്നും, അതോടൊപ്പം തന്നെ വിധേയികൾ, അല്ലെങ്കിൽ ഈ നാട്ടിലെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, അവർ കൊണ്ടുവന്ന ഒരു സംസ്കാരത്തെ, ഒരു മത ആലോചനയെ
ഇത്തരം മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മുനയമാങ്ക പറയുന്നത് വിചാരിക്കുകയാണ്, ഈ കാലഘട്ടങ്ങളിലെ മുസ്ലിം ജീവിതം, മുസ്ലിം സമൂഹം സാംസ്കാരികപരമായി, അല്ലെങ്കിൽ നമ്മൾ നവോത്ഥാനം കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് സാംസ്കാരിക, സാമൂഹിക, മതപരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണല്ലോ. ഈ അർത്ഥത്തിൽ മുസ്ലിം സമുദായം വളരെ പിന്നോക്കമായിരുന്നോ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഷ, സംസ്കാരം, ജീവിതം, മതം, ഇവിടെയൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ നിലവാരം എന്തായിരുന്നു എന്നതിലൂടെ മേമക്ക കടന്നു പോകുന്നു വിചാരിച്ചു. അല്ല, മുസ്ലിം സമുദായത്തിൻ്റെ നിലവാരം എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ, ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസിൽ ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് സമുദായത്തിന് സംഭവിക്കുന്ന പരിണാമത്തെക്കുറിച്ച്. ഓരോ കാലം ചെല്ലുമ്പോഴും മുസ്ലിങ്ങൾ കൂടുതൽ ദുർബലരാകുന്നു എന്നുള്ളതാണ്. അതായത് കാലഗണനയുമായി ബന്ധപ്പെടുത്തി ഏറ്റവും മികച്ചത് എൻ്റെ കാലമാണ്, സ്വാഭാവികമായും വരുന്ന കാലങ്ങൾക്കൊക്കെയും പിന്നെ സമയത്തെക്കുറിച്ച് തന്നെ, കാലത്തെക്കുറിച്ച് തന്നെയുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടും അതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട മുസ്ലിം സമുദായം എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ടിലെ മദീനയിലെ മുസ്ലിം സമൂഹമാണ്. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്, അതിനെ റെഫർ ചെയ്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ ഒരു സാഹചര്യത്തെ വിലയിരുത്തി പോരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി അതിന് കുറേയും കൂടി ഒരു വ്യക്തത വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, ഉലമാക്കളുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ ഒരു ലൈഫ് വേൾഡ് ഉണ്ട്. ആ ലൈഫ് വേൾഡിനെ പിന്നെ നമ്മൾ യൂണിവേഴ്സലായിട്ടുള്ള ചില കാറ്റഗറികളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ മമ്പുറം തങ്ങളുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇസ്ലാമികമായ ജീവിത വ്യവസ്ഥ, ആ ലൈഫ് വേൾഡിനെ നമ്മൾ ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു കാറ്റഗറി, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരാളെ ഇപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നമ്മളൊരു വളരെ സമീപകാലത്തൊരു ഉദാഹരണം എടുത്താൽ, നമ്മളൊക്കെ പലരും ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് ഒക്കെ പറയാറുള്ള പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെയുള്ള ഈ കാറ്റഗറിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസ്ലേഷൻ ഏത് തരത്തിലുള്ള ട്രാൻസിഷനെയാണ്, ഏത് തരത്തിൽ, അതായത് സമുദായത്തിൻ്റെ അകത്ത് തന്നെയുള്ള, ഉലമാക്കൾക്കകത്ത് തന്നെയുള്ള ഏത് തരം മാറ്റത്തെയാണ് ഈ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ഈ യൂണിവേഴ്സൽ കാറ്റഗറീസിലേക്കുള്ള ഈ ട്രാൻസ്ലേഷൻ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ചോദ്യം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മമ്പുറം തങ്ങൾ ആ പ്രവർത്തികൾ ചെയ്തിരുന്ന കാലത്ത് മമ്പുറം തങ്ങൾ അതിനെ എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയത്? ഇപ്പം ഇതിപ്പോൾ നമ്മളിപ്പം കുറേ ഇങ്ങോട്ട് നിന്നിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ. ഒരു 100 വർഷം 150 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയാണ്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്, അദ്ദേഹം പിന്നെ എന്താ പറയുക, ഒരു ആക്ടിവിസ്റ്റാണ് എന്നുള്ളതൊക്കെ ഇവർ സ്വയം ഇതിനെ വിശദീകരിച്ചതും മനസ്സിലാക്കിയതും എങ്ങനെയാണ്? അങ്ങനെ അവരുടെ ഇസ്ലാമികമായ ഒരു പരികൽപ്പനക്കകത്ത് നിന്നുകൊണ്ട്, അവരുടെ ഇൽമിയായ ഒരു ലോകത്ത് നിന്നുകൊണ്ട് അവർ ചെയ്ത കാര്യങ്ങളെ, ഇതിപ്പം നമ്മൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായി ഞാൻ കരുതുന്നു. ഇത് നമ്മളിങ്ങനെ കുറേ മാറി നിന്നിട്ട് കാലത്തിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഇവരെ വിളിക്കുന്ന വിളിപ്പേരുകളാണ് അല്ലേ? അവർ സ്വയം ഇതിനെ
എങ്ങനെയാണ് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാറ്റഗറീസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേഷനെ ആവശ്യമാക്കുന്ന ഒരു സാഹചര്യം എന്താ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മമ്പുറന്തങ്ങൾ, വെളിയങ്കോട് മർക്കാലിയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നുള്ള ഒരു വ്യവഹാരത്തിന് മേൽക്കൈ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ പുറത്തു നിന്നും കൂടിയാണല്ലോ നമ്മൾ ആ പറച്ചിലുകൾ നടത്തുന്നത്. അതെന്താണ്? ഈ സമ്മർദ്ദങ്ങളില്ലാതെയാണ് അവർ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയത്. അതാണ് ആ വ്യത്യാസം. പക്ഷെ നമ്മളവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വിളിക്കുന്നത് വേറെ തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങളുടെ പുറത്തു നിന്നാണ്. ആ സമ്മർദ്ദം ഒരർത്ഥത്തിൽ നമ്മളീ പറയുന്ന നവോത്ഥാനം എന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന നവോത്ഥാനം ഉണ്ടല്ലോ, ആ നവോത്ഥാനത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെടുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടി പ്രൊവോക്കേറ്റീവായി പറയുകയാണെന്നുണ്ടെങ്കിൽ, ആധുനികതയ്ക്ക് വേണ്ടി ആധുനികതക്കകത്ത് നിന്നുകൊണ്ടുള്ള ആധുനികതയുടെ വിഹിതത്തിന് വേണ്ടിയുള്ള രണ്ട് വ്യത്യസ്തമായ പോരാട്ടങ്ങളല്ല ഇത്. അതായത് നമ്മൾ പറയുന്ന ഈ നവോത്ഥാനവും ഈ നവോത്ഥാന വിമർശനവും അടിസ്ഥാനപരമായി നമ്മളീ പറയുന്ന യൂറോപ്യൻ മോഡേണിറ്റിയുടെ അതിൻ്റെ പലതരത്തിലുള്ള സൗകര്യങ്ങളുടെ വിഹിതത്തിന് വേണ്ടിയുള്ള രണ്ട് വ്യത്യസ്തമായ പോരാട്ടങ്ങൾ അല്ലേ? അതല്ലാതെ അത് ഏതെങ്കിലും തരത്തിൽ പ്രായോഗികമായി വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യം. ഇപ്പോൾ ആധുനികതയുടെ വിഹിതത്തിന് വേണ്ടി എന്നതിനെ ഒന്നുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആധുനികതയുടെ വിഹിതം എന്നതിൻ്റെ നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടുള്ളൊരു വായന എങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന് ടെക്നോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാലത്ത് ഒരു ദൂതൻ വരുന്നു, ആ ദൂതൻ എങ്ങനെയായിരിക്കണം? ഇത് ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്ന് മമ്പുറം തങ്ങൾ ചെയ്തത് ആ കാലത്ത് നിയോഗിക്കപ്പെടുന്ന ഒരു ദൂതൻ ചെയ്യേണ്ട അനിവാര്യമായൊരു സംഗതിയായിരിക്കും. അപ്പോഴാണ് ഈ ഉലമ ആക്ടിവിസം അതിൻ്റെ സമ്പൂർണ്ണതയിലെത്തുന്നത്. മമ്പുറം തങ്ങളാണെങ്കിൽ, ഇനി ഏറ്റവും ലേറ്റസ്റ്റായി ഷെയ്ഖുന ഉസ്താദ് അവറുകളാണെങ്കിലും, ഉസ്താദിൻ്റെ മോട്ടീവ് എന്താണ് എന്ന ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ ഉത്തരം നമുക്ക് ഉസ്താദിൻ്റെ അനുഭവത്തിൽ തന്നെ അതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ ആധുനികതയുടെ വിഹിതം എന്നതിനെ ഉസ്താദ് കാണുന്നത് അത് ആധുനികത വിഹിതമായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഉസ്താദിൻ്റെ താല്പര്യം നേരത്തെ സൂചിപ്പിച്ച ഇന്നത്തെ സമൂഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് വറസത്തുൽ അംബിയ ആയ ഒരാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഇസ്ലാമിൻ്റെ പഠനങ്ങളിലുള്ള അവഗാഹത്തിൽ നിന്ന് ഒരു ആലിമിൽ രൂപപ്പെടുന്ന നിലപാടുകളെയാണ് ശരിക്കും ഇത് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ വഹാബിസത്തെ പറഞ്ഞു. ശരിക്കും വഹാബിസം നമുക്ക് നഷ്ടപ്പെടുത്തിയത് എന്താണ്? വഹാബിസം മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ വഹാബിസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ എലമെൻറ്റുകളിൽ നിന്ന് നമ്മൾ വിമർശന വിധേയമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നത് എല്ലായിടത്തും പ്രധാനമാണ്. കൾച്ചറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്നത് ഇസ്ലാമിന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എത്രത്തോളം ഐഡൻറ്റിറ്റിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ഏതൊക്കെ ഐഡൻറ്റിറ്റിക്കാണ് പ്രാധാന്യം നൽകിയത്? ഒരു അറബ് കൾച്ചർ, അന്ന് കാണുന്ന ഒരു അറബ് കൾച്ചർ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക എന്നതായിരുന്നു ഇസ്ലാമിൻ്റെ ലക്ഷ്യം? ഒരിക്കലുമല്ല.
വ്യത്യസ്ത കൾച്ചറുകൾക്കകത്ത് നിന്നുകൊണ്ട് ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്നതായിരുന്നു ഇസ്ലാം. ഇത് ആ പഠനങ്ങളെല്ലാം ആവാഹിച്ചെടുത്തുകൊണ്ട് വിലയിരുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ആ കാലത്ത് രൂപപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് ശരിക്കും മമ്പുറം തങ്ങളിലും അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി നമ്മുടെ സർവ്വ ആലിമീങ്ങളിലും രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് ചില വിലയിരുത്തലുകൾ ചില അന്നത്തെ സാമൂഹികമായ എലമെൻറ്റുകളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ചില ഇവൻറ്റുകളോട് ചേർത്തിക്കൊണ്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. ഇതിനെ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഫിഖ്ഹുൽ അഖലിയാത്തിൻ്റെ ചർച്ച. ഫിഖ്ഹുൽ അഖലിയാത്ത് എന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കോണ്ടെക്സ്റ്റിൻ്റെ അകത്തുനിന്ന് വായിക്കുന്ന സമയത്ത് അഖലിയാത്ത് എന്നത് പ്രസക്തമായി വരുന്ന കുറേ ഘട്ടങ്ങളിൽ ഇസ്ലാം അതിനെ സ്വീകരിക്കുന്നുണ്ട്. അത് ആ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്, എക്കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തന രീതി എല്ലാ കാലത്തും ഈ നവോത്ഥാനത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏത് നവോത്ഥാനം? നേരത്തെ സൂചിപ്പിച്ച, നേരത്തെ പറഞ്ഞല്ലോ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ആ കാലത്തേക്ക് എത്തിച്ചേരുക. ആ കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലേക്കുള്ള തിരിഞ്ഞു നടത്തം എന്ന് നമ്മൾ വിലയിരുത്തുന്നത് നേരത്തെ പറഞ്ഞ എലമെൻറ്റുകളിലുള്ളൊരു തിരിച്ചറിവിൻ്റെ പ്രശ്നം കൂടിയാണ്. സാമൂഹികമായൊരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് അന്നത്തെ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടു വന്നതിൻ്റെ ഗ്രാഫിനെ നമ്മളൊന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ഈ കാലത്തേക്ക് എത്തിച്ചാൽ ഈ കാലത്ത് രൂപപ്പെടേണ്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ആലോചനകൾ പോവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണോ പ്രവർത്തിച്ചത് അതിനുവേണ്ടി ഈ കാലത്ത് നിന്ന് പ്രവർത്തിക്കുക എന്നതായിരിക്കും ആ കാലത്തെ ഉലമാഇൻ്റെ ദൗത്യം. ആ ദൗത്യം നിർവഹിക്കുന്നിടത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നവോത്ഥാനം എന്നൊരു ടേം അവരിലേക്കൊക്കെ ചേർത്തി പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബേസിക് മോട്ടീവ് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നൊരു ഉത്തരം, അവരുടെ ബേസിക് മോട്ടീവ് നേരത്തെ പറഞ്ഞ അതിൻ്റെ ഈ കാലത്തെ ആവിഷ്കാരം എന്താണ് എന്നതിലേക്കുള്ള പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതായിരുന്നു. മമ്പുറം തങ്ങളുടെ അന്നത്തെ പ്രവർത്തനങ്ങളുടെ കോണ്ടെക്സ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് അധസ്ഥിതരോടൊപ്പം നിൽക്കുക, ആവശ്യമുള്ള അവരോടൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഇനിയൊരു കാലത്ത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഖാലിഫൂഹും എന്ന് പറയുന്ന ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ആരോട് പറഞ്ഞു എന്നതൊന്നും വായിക്കാതെ അതിനെതിരെ എവിടെയൊക്കെ ചരിത്രത്തിൽ കണ്ടോ അതിനെയെല്ലാം ഇതിനെതിരായി വ്യാഖ്യാനിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നത് ഈ പറയപ്പെട്ട സമഗ്രമായൊരു വായനയുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ കുറവിനെ ശാക്തീകരിച്ചു എന്നതാണ് വഹാബിസം ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. ആ കാലത്ത് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത, അത് തുടർന്നു കൊണ്ടേയിരിക്കുന്ന ക്രൂരത. അതുകൊണ്ടാണ് അതിൽ നിന്നൊരു തിരിഞ്ഞു നടത്തത്തിലേക്ക് അവർ ചില സമയത്തെങ്കിലും ഫോഴ്സ് ചെയ്യപ്പെടുന്നതെന്നാണ് തോന്നുന്നത്. നവോത്ഥാനത്തിൻ്റെ അവകാശവാദങ്ങൾ, ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ അവകാശവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിരന്തരം ഉന്നയിച്ചത് വഹാബികൾ, അങ്ങനെ തുടർന്ന് മൗദൂദികൾ, അവരൊക്കെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവർ പറയുന്ന ഇസ്ലാം ഉദ്ദേശിക്കുന്ന നവോത്ഥാനത്തെ അല്ല അവർ കൊണ്ടുവന്നത് എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ ബിദ്അത്തുകാർ ഇത്രയും കാലം ഉയർത്തി കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം അവരിങ്ങനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ അക്കാദമിക പഠനങ്ങളിൽ സാമൂഹിക വ്യവഹാരങ്ങളിലൊക്കെ സ്വാഭാവികമായി അവരുടെ നവോത്ഥാന നായകരെയും നവോത്ഥാന സങ്കല്പങ്ങളെയും കടന്നു വരുന്ന അർത്ഥത്തിലേക്ക് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു സാധനം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് കുറേ അകലെയാണ് എന്നാണ് ഇപ്പോൾ കുറേ നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിൽ വാദിച്ചു വന്ന അവരുടെ നവോത്ഥാന ആശയങ്ങളൊക്കെ തെറ്റാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? ഈ നവോത്ഥാന ആശയങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. ഇപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അക്കാലത്ത് നടത്തിയ പരിശ്രമങ്ങളെ അക്കാലത്തുള്ള മറ്റ് സുന്നി പണ്ഡിതന്മാർ എങ്ങനെയാണ് കണ്ടത്, പിന്നീട് വന്ന ആളുകൾ അതിനെങ്ങനെയാണ് കണ്ടത്, അത് തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെ ശരിയും തെറ്റുമാക്കുന്നത്
നേരത്തെ സാഫിർ സഖാഫി സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങളാണ്, സാമൂഹിക സാഹചര്യങ്ങളാണ്. അപ്പോൾ ആത്യന്തികമായി ഒരു കാര്യം ശരിയോ തെറ്റോ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഓരോ കാലത്തെയും സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വഹാബികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമീപകാലത്ത് ഈ കേരളത്തിലെ മുജാഹിദ് സംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, സൈനുദ്ദീൻ മഖ്ദൂമിൽ നിന്നിങ്ങനെ തുടങ്ങുന്നു, വെളിയങ്കോട് ഉമർ ഖാദിയുണ്ട്, ഇങ്ങനെ തുടങ്ങി പല ആളുകളെയും ഒരു കാലത്ത് അവർക്ക് ആവശ്യമില്ലാതിരുന്ന, അവർ ഉപേക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും പിന്നീട് എന്താവുന്നുണ്ട്, അവർക്ക് ആവശ്യമായി വരുന്നുണ്ട്. ഞാൻ ഈയിടെ ഒരു തമാശ പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ വളരെ ഇങ്ങനെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കേരളത്തിലെ ഒരു മുജാഹിദ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷണൽ പ്രഭാഷണത്തിനിടെ അദ്ദേഹം ഇതുവരെയും കുഫർ ആരോപിക്കുകയും ഇദ്ദേഹം ഈ കുഫർ എത്രയും വേഗം, അങ്ങനെയാണല്ലോ കുഫറിനോടുള്ള ആളുകളുടെ സമീപനം, അങ്ങനെയാണല്ലോ കുഫർ എത്രയും വേഗം ഇല്ലാതാകുക എന്നും ആഗ്രഹിച്ചു വരുന്ന ഒരാൾ ആ കുഫറിനെ, അദ്ദേഹം ആരോപിക്കുന്ന ആ കുഫറിനെ എംബോഡി ചെയ്യുന്ന ഒരു മനുഷ്യന് വേണ്ടി അഗാധമായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം എനിക്കൊന്ന് കേരളത്തിലുള്ള ഈ ബിദഈ ആരോപണമാണ് ഈ നിങ്ങൾ മോട്ടിവേഷണൽ സ്പീക്കർ ആവുന്നതോടുകൂടി അവസാനിക്കുന്നതാണ് കേരളത്തിലെ ഒരു പൊതുവിലുള്ളൊരു ബിദഈ ആരോപണം എന്ന് തോന്നിപ്പോകും. അപ്പം നമുക്ക് അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കർ ആയതോടുകൂടി പലതും ബിദഅത്തല്ലാതായി, പലതും വളരെ പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റമായി, അങ്ങനെയൊക്കെയായി. അപ്പോൾ ഇതേപോലെയാണ് ഓരോ ആവശ്യങ്ങൾ വരുന്നത്. ഈ ആവശ്യങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടുള്ള ചില ആവശ്യങ്ങളും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ താല്പര്യങ്ങളുടെ പുറത്താണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ അടിസ്ഥാനപരമായി പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നടപ്പിലാക്കിയ മദ്രസ പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങൾ അക്കാലത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അല്ലേ? ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു 70 വർഷങ്ങൾക്ക് ശേഷം നമ്മളത് നോക്കുമ്പോൾ അത് എന്തല്ല, അത് അങ്ങനെ അതങ്ങനെ ആ രീതിയിൽ വിമർശനാത്മകമായി ഈ കാലഘട്ടത്തിൽ കാണേണ്ടതല്ല എന്നുള്ള ഒരു ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളൊരു ട്രാൻസിഷനെ, അങ്ങനെയുള്ളൊരു മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥത്തിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ മാറ്റം എന്നുള്ള നിലക്ക് കാണുന്നത്, എന്തൊക്കെയാണ് തുടർച്ചകൾ, എന്തിനൊക്കെയാണ് നമ്മൾ തുടർച്ച എന്ന് പറയുന്നത്, എന്തിനൊക്കെയാണ് നമ്മൾ മാറ്റം എന്ന് പറയുന്നത്, ഈ മാറ്റങ്ങളിൽ എന്തിനൊക്കെയാണ് ആളുകൾ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്? ഇനി അതല്ലെങ്കിൽ ഈ മാറ്റത്തെ മനസ്സിലാക്കാനുള്ള എന്ത് തരം വൊക്കാബുലറികളാണ് നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ആ മാറ്റത്തെ ആളുകൾ ബിദ്അത്ത് എന്ന് വിളിച്ചിട്ടുണ്ട്, ഇല്ല? ആ മാറ്റങ്ങളെ നവോത്ഥാനം എന്ന് വിളിച്ചിട്ടുണ്ട്. ആ മാറ്റത്തെ റിവൈവൽ എന്ന് വിളിച്ച ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ ഇതിനെ നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റ്, ഞാൻ പറഞ്ഞത് ഇത് സംഭവിക്കുന്ന കോണ്ടെക്സ്റ്റ് പോലെ തന്നെ പ്രധാനമാണ് ഈ സംഭവത്തെ നമ്മൾ വിലയിരുത്തുന്ന കോണ്ടെക്സ്റ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിനെ വിലയിരുത്തുന്ന സമയത്ത്, ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ വളരെ വ്യത്യസ്തമായ സമീപനങ്ങൾ പുലർത്തിയ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മമ്പുറം തങ്ങളെ പോലെയുള്ള, വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെയുള്ള ആളുകൾ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അഹമ്മദ് റസാ ഖാൻ ബറേൽവിയുടെ പൊസിഷൻ ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഹമ്മദ് റസാ ഖാൻ ബറേൽവിക്ക് സ്വാതന്ത്ര്യ സമരത്തോട് വളരെ വ്യത്യസ്തമായ
കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളാണ്. എത്രത്തോളം എന്ന് വിചാരിച്ചാൽ അഹമ്മദ് റിള ഖാൻ ബറേൽവി തങ്ങൾ അവസാനമായി എഴുതിയ അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എഴുതിയ സുദീർഘമായ ഒരു മറുപടി അബുൽ കലാം ആസാദിൻ്റെ ഒരു ലേഖനത്തിനുള്ള മറുപടിയാണ്, നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ അബുൽ കലാം ആസാദ് കറാച്ചിയിൽ പോയി അവിടെയുള്ളൊരു അറബി കോളേജിൽ നിന്ന് പ്രസംഗിക്കുകയും ആ അറബി കോളേജിനെ പ്രസംഗിക്കുന്ന സമയത്ത് ആ അറബി കോളേജിന് അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഗ്രാൻഡ് ലഭിച്ചിരുന്നു. അപ്പോൾ ആ ഗ്രാൻഡ് ഉപേക്ഷിക്കണം എന്നുള്ളതായിരുന്നു അബുൽ കലാം ആസാദിൻ്റെ പ്രസംഗം. അപ്പോൾ അതിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് അന്ന് കറാച്ചിയിൽ നിന്ന് അഹമ്മദ് റിള ഖാൻ ബറേൽവി തങ്ങൾക്ക് ഒരു കത്ത് വരികയാണ്, ഇത് എന്താണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിനെഴുതിയ മറുപടിയാണ് അഹമ്മദ് റിള ഖാൻ ബറേൽവിയുടെ അവസാനത്തെ എഴുത്തായിട്ട് പൊതുവിൽ പരിഗണിക്കപ്പെടുന്നത് തോന്നുന്നു. അപ്പോൾ അതിൽ ഇതിനെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട് ബറേൽവി തങ്ങൾ. അപ്പം ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഏതൊക്കെ സഹായമാണ് നിങ്ങൾ വേണ്ടെന്ന് വെക്കുക? രണ്ടാമത്തെ കാര്യം, അക്കാലത്ത് 1920-കളിൽ ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ വളരെ വ്യാപകമായിക്കൊണ്ടിരുന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അഹമ്മദ് റിള ഖാൻ ബറേൽവി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ട്രാപ്പിൽ വീഴുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ശരീരം എല്ലിനടി കൊള്ളാതെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു നാൽക്കാലിയെ പോറ്റാൻ പറ്റുമോ? നോക്കിയത് 1920-ൽ ചോദിച്ച ചോദ്യമാണ്. 1920-ൽ അഹമ്മദ് റിള ഖാൻ ബറേൽവി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ നമുക്കറിയാം മലബാർ കലാപത്തോട് തന്നെ നമ്മളെ ആളുകൾ സ്വീകരിച്ച നിലപാട് വളരെ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം അഹമ്മദ് റിള ഖാൻ ബറേൽവി തങ്ങൾ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു എന്നല്ല. മൂപ്പർ പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ആരാധനക്ക് ബ്രിട്ടീഷുകാർ തടസ്സമുണ്ടോ, നിന്നിട്ടുണ്ടോ? അതേസമയം ഇവിടെ അന്ന് ഇന്ത്യയിൽ ഉയർന്നു വന്ന പല ഹിന്ദു മൗലികവാദ സംഘടനകൾ അവർ നമുക്കെതിരെ വലിയ ഭീഷണികൾ ഉയർത്തുന്നില്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പം തന്നെയും അക്കാലത്ത് എന്ത് കത്തെഴുതുന്ന സമയത്തും അദ്ദേഹം പോസ്റ്റൽ സ്റ്റാമ്പ് ഉപയോഗിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഫോട്ടോയുള്ള സ്റ്റാമ്പ് തല തിരിച്ചായിരുന്നു ഒട്ടിച്ചിരുന്നത്. അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വളരെ ഡൈവേഴ്സായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു തീർച്ചയിലെത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മാത്രം വിലയിരുത്തിക്കൊണ്ട് അല്ല അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത്. അല്ലെങ്കിൽ ഗോളശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നൈപുണ്യം അതിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ ഇടപെടലുകളെ നമ്മൾ സമീപിക്കേണ്ടത്. കുറേ കൂടി സമഗ്രമായ ഒരു സമീപനം ഇതിനോടെല്ലാം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അത് അക്കാലത്തെക്കുറിച്ചാണെങ്കിലും ഈ കാലഘട്ടത്തെക്കുറിച്ചാണെങ്കിലും എന്നുള്ളതാണ് എൻ്റെ തോന്നുന്നത്. സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്നതാണല്ലോ. അപ്പോൾ ഈ കാലത്ത് നിന്നുകൊണ്ട് ആ കാലത്ത് സംഭവിച്ചത് എന്നെ എന്ത് വിളിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം, നമ്മൾ ഒരു റോഡ് സൈഡിൽ ആംബുലൻസിലിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അവിടെ നമ്മുടെ സഹായത്തോടു കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ജീവി റോഡ് ക്രോസ് ചെയ്യുന്നു. നമുക്ക് ഓടിപ്പോയി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം, ആ ജീവിയെ രക്ഷപ്പെടുത്താം. ഇവിടെ നമ്മുടെ പേഷ്യൻറ്റിന് എന്ത് സംഭവിക്കും? ഇവിടെ നമുക്കൊരു ധാരണ ഉണ്ടാവും, ഈ ആൾ രക്ഷപ്പെടും, ഞാൻ പോയി തിരിച്ചു വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ല, ഇദ്ദേഹം ഞാൻ പോയാൽ മരിച്ചു പോകും. അല്ല, സാധ്യതയാണ്, ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ ജീവിക്കും. ഈ ഒരു കോണ്ടെക്സ്റ്റിനെ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ വിലയിരുത്തുന്നു. അന്ന് ആ ജീവിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്താണ്? ഇത് ശരിക്കും ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഇത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത്
ആ കോണ്ടെക്സ്റ്റിൽ അത് മർമ്മപ്രധാനമായിരുന്നു എന്നതുകൂടി ആശ്രയിച്ചിട്ടായിരിക്കുമല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരുന്നു, അദ്ദേഹം ചെയ്തത് ശരിയായിരുന്നു. എന്നാൽ ആ ആശങ്ക ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചെയ്തതും ശരിയായിരുന്നു. ഇങ്ങനെ നമുക്ക് ജനറലി സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയാമെങ്കിലും ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അവിടെ ഏതാണ് പ്രധാനം? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഗാധമായ പാണ്ഡിത്യത്തിൽ നിന്ന് വരുന്ന നിലപാടുകൾ, ആ നിലപാടുകൾക്ക് ഈ പല തലങ്ങളിൽ സ്പർശിച്ചു പോകാൻ സാധ്യതയുള്ള സാമൂഹികമായ ആഘാതങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടാവുകയും, സാമൂഹികമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിന്, സമൂഹത്തിന് അല്ലാത്തവർക്ക് എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട സർവർക്കും, എല്ലാവരും പരിഗണിക്കേണ്ടതാണ്. അതിൻ്റെ വ്യത്യസ്ത സാധ്യതകൾ എല്ലാം കൂടി പരിശോധിച്ചുകൊണ്ട് എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത്? അതിനെ വിഭിന്നമായി ഒരാൾ ചെയ്യുന്നു. ഒരു പക്ഷേ ആ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിപ്പോകുന്ന ഒരാളെ ചിലപ്പോൾ കൈപിടിച്ച് അവിടെ തന്നെ നിർത്തൂ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നോട്ട് നടക്കലല്ല. അത് ഈ ഒരു ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നതിനർത്ഥമില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് ഇത്തരം എത്ര എലമെൻറ്റുകളെ നമ്മൾ വായിച്ചെടുക്കുന്നു എന്ന് അറിയാത്ത കാലത്തോളം നമുക്ക് ആ സാഹചര്യങ്ങളിൽ പറഞ്ഞ ഓരോ സംഗതികളെയും വിലയിരുത്തുക എന്നത് പ്രയാസമായിരിക്കും. ഇപ്പോൾ ഈ എലമെൻറ്റുകളെ തിരിച്ചറിയുക എന്ന സംഗതിയെ ഉലമാ ഉസൂലുകളിലൂടെ കൃത്യമായി സമീപിച്ചിട്ടുണ്ട്. അത് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ആലോചനകളെ ഈ വഴിക്കൊന്ന് തിരിച്ചുവിട്ടാൽ നമുക്ക് മനസ്സിലാകും, വിശുദ്ധമായ ഇസ്ലാമിനെ ഈ പറയപ്പെട്ട കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ട് ടെക്സ്റ്റൽ നമ്മുടെ ടെക്സ്റ്റുകളെ ഡയറക്റ്റ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് എത്രത്തോളം അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന വായനയെ നമുക്ക് ഈ പറഞ്ഞ ഒരു ത്രെഡിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നടത്തിയ ശ്രമങ്ങൾ നവോത്ഥാനമായിരുന്നു അല്ലേ? ആ നവോത്ഥാന ശ്രമങ്ങളുടെ കാലത്ത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന നവോത്ഥാനത്തിൻ്റെ പരിഗണനീയമായി നമ്മളിപ്പോൾ കാണുന്ന ചില മേഖലകളിൽ സംഭവിച്ച അപജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നൊരു ഘടകം ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് അനിവാര്യമല്ലാത്ത ഇടങ്ങളിലേക്ക് ചില ചർച്ചകളെ വഴിതിരിച്ചു വിട്ടു എന്നതുകൊണ്ട് കൂടിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു താല്പര്യം, ഈ കോണ്ടെക്സ്റ്റുകൾ എന്നതിൽ നിന്ന് നമ്മൾ സംഗതികളെ വായിച്ചെടുക്കുന്നിടത്ത് വായനകൾ അപൂർണമാകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ നേരെ വിപരീത ദിശയിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള സാധ്യതകൾ ചരിത്രത്തിൽ എമ്പാടുണ്ട്. നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഹിസ്റ്റോറിയൻസിൽ ടിപ്പു സുൽത്താൻ എടുത്താലും ഔറംഗസീബിനെടുത്താലും രണ്ട് തരം വായനകളുണ്ടല്ലോ. ഈ വായനകൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? നമ്മൾ പറഞ്ഞ ചില എലമെൻറ്റുകളെ മാറ്റി നിർത്തി വായിക്കുന്ന സമയത്തൊന്നും ആരെയും ക്രൂരനായി ചിത്രീകരിക്കാൻ കഴിയും, ആരെയും ചില എലമെൻറ്റുകൾ ചേർത്തിയിട്ട് പുണ്യാളനാക്കാനും കഴിയും. യാഥാർത്ഥ്യം എന്ത് എന്നത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഓരോ സാഹചര്യങ്ങളിലും എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്നതിന് നമ്മൾ ഉലമാഇനെ സമീപിക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു താല്പര്യവും ഇത് തന്നെയാണല്ലോ. നമ്മൾ കാണുന്ന മതത്തിൻ്റെ അകത്തും പുറത്തുമുള്ള എലമെൻറ്റുകളെക്കുറിച്ച്, സോഷ്യൽ വിചാരങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാത്ത ഒരാൾ സമൂഹത്തെ നയിച്ചാൽ അദ്ദേഹം തീർച്ചയായും അപ്രധാനമായ കാര്യങ്ങൾക്ക് ഫോക്കസ് നൽകിയിട്ട് സമൂഹത്തെ ചിലയിടങ്ങളിൽ പിന്നോട്ട് നയിക്കുകയും ചിലയിടങ്ങളിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ഉസ്താദിൻ്റെ ഒരു പ്രത്യേകതയും ഉസ്താദ് എല്ലാ മേഖലയിലും ആ വായനകൾ നടത്തുന്നു എന്നുള്ളതാണ്. മതത്തിൻ്റെ അകത്തും മതത്തോട് ചേർന്ന് നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥകളിലും എല്ലായിടത്തും ഉസ്താദിൻ്റെ വായനകൾ പൂർണ്ണമാവുകയും, പൂർണ്ണമെന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു കാലത്തിലേക്ക് ചേർത്ത് നോക്കൊണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ അത് പൂർണ്ണമാവുകയും, എവിടെ എങ്ങനെ ഉസ്താദ് പറയുന്നു എന്നതിൽ പോലും നമുക്ക് ആ ഫാക്ടർ നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ ചോദ്യത്തിന് പോലും ഉസ്താദ് നൽകുന്ന മറുപടിയിൽ ചില വാചകങ്ങൾ എന്തുകൊണ്ട് വന്നു എന്നതിൽ പോലും നമുക്ക് പല എലമെൻറ്റുകളെയും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ സമ്പൂർണ്ണമാകുന്നത് ഈ സമഗ്രമായൊരു വായനയുടെ അകത്തുനിന്ന് നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് കൊണ്ടാണ്. വഹാബിസത്തിൻ്റെ നവോത്ഥാനത്തെ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ, നമ്മൾ ഈ പറഞ്ഞ അർത്ഥത്തിൽ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അത് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നതിൽ സംശയമില്ല. നമ്മുടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ ചർച്ച ഇനിയും കൂടുതൽ തുടരേണ്ടതാണ്.
ഈ സംവാദങ്ങൾക്കപ്പുറത്തേക്ക് പഠനങ്ങളൊക്കെ ആയിട്ട് തുടരും. ഈ വിഷയത്തോട് ചേർത്തിനി പൂർത്തീകരിക്കാൻ നിയമനക്ക ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കും. ഇതിന് ആ ഒരു പൂർത്തീകരണം ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഈ ചർച്ചകളുടെ സ്വഭാവം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്ക് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആ ചോദ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പിന്നെ ചില സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പൊതുവിൽ ഈ ചർച്ചയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഉലമാ എന്ന് പറയുന്ന സംജ്ഞ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പരികല്പന ആയിരിക്കെ തന്നെ ഈ ഉലമാ എന്ന് പറയുന്ന സങ്കല്പത്തെ കൂടി പ്രശ്നവൽക്കരിക്കാതെ ഈ ചർച്ച ഒരു പൂർണ്ണതയിലെത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇസ്ലാമിന് തന്നെ സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ഉലമായിന് സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ച് എത്രത്തോളം എന്ന് വിചാരിച്ചാൽ ഈവൻ ഒരു ഫിത്നയുടെ ഒരു സോഴ്സ് എന്നുള്ള നിലയിൽ തന്നെ ഈ കാറ്റഗറി മാറും എന്നുള്ള സൂചനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഉലമാ എന്നുള്ളത് ഒരു പ്രശ്നരഹിതമായ ഒരു സങ്കല്പമേ അല്ല ഇസ്ലാമിൽ. അപ്പോൾ നമ്മൾ ഒരാളെ ഒരു ആലിം, ആരാണ് നമുക്ക് ആലിം, ആരാണ് ഈ കാലഘട്ടത്തിന് ആരാണ് ആലിം, ആ കാലഘട്ടത്തിന് ആരായിരുന്നു ആലിം, പിന്നെ ഇസ്ലാമിന് ആരാണ് ആലിം, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരാളെ ആലിമാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ റിസോഴ്സുകളെയാണ് നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത്? നമ്മൾ മൊബിലൈസ് ചെയ്യുന്ന റിസോഴ്സുകൾ ഇസ്ലാമിൻ്റെ അകത്തു നിന്ന് തന്നെയുള്ള റിസോഴ്സുകളാണോ, അതല്ല മറ്റെന്തെങ്കിലും ആണോ? അപ്പോൾ അർത്ഥത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നവോത്ഥാനവും മുസ്ലിം പണ്ഡിതന്മാരും തമ്മിലൊക്കെയുള്ള ചർച്ചകളിൽ നവോത്ഥാനം ഭയങ്കര പ്രശ്നവൽക്കരിക്കപ്പെടുകയും ഈ ആലിം മുസ്ലിം പണ്ഡിതൻ എന്നുള്ളത് ഒരു പ്രശ്നരഹിതമായ ഒരു സങ്കല്പമായി നിലനിർത്തുകയും ചെയ്യുന്ന അതാണ് പൊതുവിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെയും കൂടി പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ഈ മാറ്റത്തെ കുറേയും കൂടി വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. സാബിർ സഖാഫി ഉസ്താദ് പറയുമ്പോൾ ഈ ആലിമീങ്ങളിൽ ഉണ്ടാകുന്ന അപജയത്തെ കൂടി തിരുത്തേണ്ടത് ആരാണ് എന്നതുകൂടി ചേർത്ത് പറഞ്ഞു. അതൊരു ആലിമീങ്ങളുടെ അപജയത്തെ ആര് തിരുത്തും? അത് ആലിമീങ്ങളിൽ തന്നെ സംഭവിക്കേണ്ട ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അതിൽ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ സോഴ്സ് എങ്ങനെ ഉണ്ടാകും? ഈ ആലിം എന്ന പദത്തിൻ്റെ ഒരു പ്രയോഗത്തിൽ അപൂർണത എന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ വഅല്ലമക മാ ലം തകുൻ തഅലം എന്നതിൽ നിന്ന് തുടങ്ങിയിട്ട് കൈമാറ്റം ചെയ്തു വന്ന ഓരോ ശ്രേണിയിലും ഇതിൻ്റെ കുറവുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഈ കുറവുകൾ പരിഹരിക്കപ്പെടാനുള്ളൊരു സംവിധാനം ദീനിനകത്ത് ഉണ്ടാവൽ അനിവാര്യമാണ്. ഖിയാമത്ത് നാൾ വരെ ഈ മതം ആ മതമായി തന്നെ നിലനിൽക്കും എന്നത് ഉറപ്പാണല്ലോ. ആ സംവിധാനം ശരിക്കും പിന്നെ വൈജ്ഞാനിക വഴിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഡീഗ്രഡേഷൻ്റെ ഒരു സ്റ്റേജിൽ ഉസൂലുകൾ രൂപപ്പെടുന്നതിൻ്റെ പിന്നിലുള്ളൊരു താല്പര്യം അതാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഡീഗ്രഡേഷൻ വ്യാപിക്കുകയും ഉസൂലുകളില്ലാതെ വിഷയങ്ങൾ സമീപിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ താഴോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നവോത്ഥാനത്തെ ആലിം എന്നതിൻ്റെ മറുപുറത്ത് നിർത്തുന്നു എന്നത് ഈ നവോത്ഥാനം എന്ന ടേം ഉണ്ടാക്കിയ അല്ലെങ്കിൽ നവോത്ഥാനം എന്ന ടേം ചാർത്തപ്പെടുന്ന ടീം ഏതാണ് എന്നതിൽ നിന്നുകൂടി ഉണ്ടായതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും മുജദ്ദിദ് എന്ന പ്രയോഗം പണ്ട് മുതലേ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തിലുള്ളതാണല്ലോ. ഈ മുജദ്ദിദിൻ്റെ റോൾ എന്താണ്? അതാണല്ലോ ഇസ്ലാമിലെ നവോത്ഥാനം ഈ മുജദ്ദിദാണ് ചെയ്യുന്നത്. മുജദ്ദിദിൻ്റെ റോൾ എന്തായിരുന്നു? മുജദ്ദിദിൻ്റെ റോൾ നേരത്തെ സൂചിപ്പിച്ച ആ കാലഘട്ടത്തിലെ സാഹചര്യത്തിൽ ഒരു നബി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ സാഹചര്യങ്ങളെ ചേർത്ത് വായിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നതിനെ കൊണ്ടുവരുന്ന ഒരാൾ, അത് തജ്ദീദാണ്, ഒരർത്ഥത്തിൽ തജ്ദീദാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ബേസുകളിൽ നിന്നുകൊണ്ട് അത് തജ്ദീദാണെന്ന് പറയാൻ കഴിയില്ല, അത് അവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ മുജദ്ദിദ് എന്നൊരു പ്രയോഗം ഇസ്ലാമിൽ നേരത്തെയുണ്ട്. അത് ചെയ്യേണ്ട വ്യക്തി ഏറ്റവും പരമാവധി ആ കാലത്ത് പൂർണ്ണനായ ഒരു ആലിമായിരിക്കണം. നമുക്ക് നേരത്തെ ഈ പരമാവധി ചേർക്കാതെ പറയാൻ കഴിയില്ല എന്നൊരു പ്രശ്നം അതിലുണ്ട്. അപ്പോൾ ആലിമായിരിക്കണം. ഈ ആലിമ് എന്നതിൻ്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകുമെന്ന് ഈ ഡീഗ്രഡേഷൻ്റെ ഒരു റേഞ്ചിൽ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ നിന്ന് വിഭിന്നമായി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിന്നെ മാറ്റി നിർത്തുന്നതിൽ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. എന്നാൽ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ രണ്ട് വ്യത്യസ്ത ആശയധാരകൾ, ചിന്താധാരകൾ, അതേപോലെ തന്നെ വിലയിരുത്തലുകൾ ഒക്കെ ഉണ്ടാകാം എന്ന് തന്നെയാണ്. അപ്പോഴും ഈ ചർച്ചയുടെ ഔട്ട്പുട്ടായി എനിക്ക് തോന്നുന്നത് വരേണ്ട ഒരു കാര്യം, നമ്മളിൽ സംഭവിക്കേണ്ട ഈ അർത്ഥത്തിൽ തന്നെയുള്ള നവോത്ഥാനത്തിൽ നമുക്ക് എത്രത്തോളം സാധ്യമാവുന്നുണ്ട് എന്നതുകൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കുറച്ച് ഈ അശ്അരി സരണിയുമായി ബന്ധപ്പെട്ട അക്കാഡമിക് കുറച്ച് പേപ്പറുകൾ വായിച്ചു. എങ്ങനെയാണ് അശ്അരി സരണി ഈ സയൻസിനെ സമീപിക്കുന്നത്? ശരിക്കും ഈ ഇസ്ലാമിക ലോകത്ത് എങ്ങനെയാണ് വിജ്ഞാനത്തെ, പ്രത്യേകിച്ചും ശാസ്ത്രത്തെ സമീപിച്ചത് എന്നതിൽ അക്കാഡമിയയിൽ ഒരു വ്യത്യസ്ത വായനയാണുള്ളത്. നമ്മൾ കിതാബുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന അറിവുകളിൽ നിന്ന് വ്യത്യസ്തമായ അറിവാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അവിടെ ശരിക്കും അശ്അരി സരണി വരുന്നതോടുകൂടെ ശാസ്ത്രം പിന്നോട്ട് പോയി എന്ന വായനകൾ നടത്തുന്ന റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്. ശരിക്കും നമ്മൾ അതിൻ്റെ ബേസ് മുതൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ അന്വേഷണത്വരയും പരോപകാരപ്രദമായ അറിവുകളുടെ അന്വേഷണത്തിലും അശ്അരി സരണിയെ കവച്ചു വെക്കുന്ന ഒരു രീതിശാസ്ത്രത്തെയും ഒരു ചിന്താധാരയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ റീസെൻ്റായി എനിക്ക് തോന്നുന്നു ഒരു 2010 ശേഷമൊക്കെയുള്ള ചില പഠനങ്ങളിൽ ഈ കാര്യങ്ങളിങ്ങനെ സമർത്ഥിച്ചു വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ അന്നത്തെ കാലത്തെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇന്ന് അശ്അരി ഇമാം എന്ത് ചെയ്തു എന്ന് വിലയിരുത്തുന്നിടത്ത് ഒരുപക്ഷെ 2010 മുമ്പുള്ള പേപ്പറുകളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ വരുന്നത്. ഇനി ഒരുപക്ഷെ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അത് ഇനിയും മാറ്റങ്ങൾ വരുമായിരിക്കും. അപ്പോഴും അവർ ചെയ്ത അന്നത്തെ തജ്ദീദ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ തജ്ദീദിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന ആലോചനകൾ അല്ലെങ്കിൽ വിചാരണകൾ, സ്വയം വിചാരണകൾ നമ്മളിൽ തന്നെ സംഭവിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ സെഷൻ ബാക്കിയാക്കുന്നു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി ഈ സെഷൻ ആശയങ്ങൾ, അന്വേഷണങ്ങൾ, ചോദ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ ഓരോന്നിനെയും എങ്ങനെ സമീപിക്കണം എന്നൊക്കെ കുറേ ചർച്ചകൾ ഉണ്ടാവുകയുണ്ടായി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ ഉണ്ണിയാറ് പറയുന്നുണ്ട്. അദ്ദേഹത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ MTയുടെ പഴയ പുസ്തകങ്ങളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകൾ ഇപ്പം നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്, അത് അതിൻ്റേതായ സാഹചര്യം വെച്ച് ഓരോന്നും വായിക്കണമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായി ഇത് എല്ലാ കാര്യങ്ങളിലുള്ളതാണ്. ഇസ്ലാമിൻ്റെ സമീപനങ്ങൾ നവോത്ഥാനത്തിൽ, ഇസ്ലാമിൻ്റെ സാമൂഹിക ജീവിതം, പണ്ഡിതന്മാരുടെ ധർമ്മം, അവർ നിർവഹിക്കുന്നത്, അവരുടെ പരിഷ്കരണങ്ങൾ എല്ലാം ചർച്ചയായി. ഇൻഷാ അല്ലാഹ് ഈ ചർച്ചകൾ കൂടുതൽ വികസിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യരായ ഡോക്ടർ നുഐമാൻ, CM സാബിർ സഖാഫി, എല്ലാവർക്കും സദസ്സിനും നന്ദി അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.